ഒരു ചെറിയ പെണ്ണായ രാധ ആളുകളില്ലാത്ത റോട്ടിൽ കൂടി നടക്കുകയായിരുന്നു. ആ റോഡിൽ അവളല്ലാതെ വേറെ ആരുമില്ലായിരുന്നു. നടക്കും തോറും അവൾക്ക് പുറകിൽ നിന്നും ഒരു ട്രക്ക് വരുന്ന ശബ്ദം കേട്ടു. അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. ആ ട്രക്ക് അവളുടെ നേരെ വരികയായിരുന്നു. അവൾ ആ ട്രക്ക് നിർത്താനായി തൻ്റെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. ആ ട്രക്ക് ഓടിക്കുന്നവൻ ദേവ് അവളുടെ അടുത്ത് വന്ന് നിർത്തി. എന്നിട്ട് ജനാലയിൽ കൂടി അവളെ അവൻ നോക്കി. നിങ്ങൾ എന്നെ ഒന്ന് പട്ടണത്ത് കൊണ്ടുപോയി വിടാനാകുമോ? ഞാൻ ഒറ്റയ്ക്കാണ്. ദേവ് കൂടുതലൊന്നും മിണ്ടിയില്ല. ട്രക്കിൻ്റെ കതക് അവൻ തുറന്നു വിടുകയായിരുന്നു. ഉടനെ രാധ ആ ട്രക്കിൽ കയറിയിരുന്നു. പിന്നെ ദേവ് ആ ട്രക്ക് ഓടിക്കാൻ തുടങ്ങി. രാധ ആ ട്രക്കിൽ ശാന്തമായി ഇരിക്കുകയായിരുന്നു. അവളുടെ മുഖം വല്ലാതെ വിഷമത്തോടും ശാന്തതയോടും നിറഞ്ഞിരിക്കുകയായിരുന്നു. അവൾ മുന്നിൽ ആ റോഡ് തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ദേവും തുടക്കത്തിൽ കൂടുതലായി അവളോടൊന്നും മിണ്ടിയില്ല. അതിനുശേഷം, ആളില്ലാത്ത റോഡിൽ ഒറ്റയ്ക്കിരിക്കുന്നു, ഇവിടെ ഒരു വണ്ടിയും വരുന്നില്ല. ഞാൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. ആറിൻ്റെ അടുത്ത്? മരണത്തിന്റെ കയ്യിൽ നിന്നും പുറകിൽ വലിയ അപകടം വരുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ അവിടെ ഇരുന്നാൽ ജീവനോടെ രക്ഷപ്പെടില്ലായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ദേവിന് ചെറിയ സംശയം വരാൻ തുടങ്ങി. അവൻ മുന്നിലോട്ട് നോക്കിക്കൊണ്ട് ട്രക്ക് മുൻപത്തെക്കാളും കുറച്ച് സ്പീഡായി ഓടിച്ചു. പോകും തോറും 1 മണിക്കൂർ അങ്ങനെ കടന്നുപോയി. ട്രക്കിനകത്തുണ്ടായിരുന്ന ആ ശാന്തത ഇപ്പോൾ അല്പം വ്യത്യാസമായി തോന്നി. രാധ ഇപ്പോഴും ശാന്തമായി ഇരിക്കുകയായിരുന്നു. പക്ഷേ ദേവ് വീണ്ടും വീണ്ടും അവളെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായി നോക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ വീണ്ടും അവളോട് പതുക്കെ സംസാരിക്കാൻ ശ്രമിച്ചു. നീ എവിടെ പോകണം? നിന്റെ വീട് എവിടെ ഉണ്ട്? എനിക്ക് വീടൊന്നുമില്ല. എൻ്റെ വീടിരുന്ന സ്ഥലം, അവിടെ നിലവിളിക്കുന്ന ശബ്ദം മാത്രമാണുള്ളത്. എല്ലാം തന്നെ അവസാനിച്ചു. ഞാൻ ഇവിടെ നിന്നും ഒരുപാട് ദൂരേക്ക് പോകണം. ആരും എന്നെ കണ്ടുപിടിക്കാനാകാത്തത്ര. നീ ഒരുപാട് വിചിത്രമായിട്ട് സംസാരിക്കുന്നുണ്ട്. രാധ പതുക്കെ തൻ്റെ മുഖം ദേവിനെ നോക്കി തിരിച്ചു. എന്നിട്ട് അവന് ഒരു ഭയങ്കരമായ ചിരി കൊടുത്തു. എന്താ, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ? ഡ്രൈവർ സാർ, ജനങ്ങൾ പറയുന്നു ഈ റോഡിൽ ആര് തന്നെ കിട്ടിയാലും അവർ മനുഷ്യരായിരിക്കില്ലെന്ന്. എന്നെ കണ്ടാൽ നിങ്ങൾക്കൊരു പ്രേതത്തെ പോലെ തോന്നുന്നുണ്ടോ? ദേവ് പേടി കൊണ്ട് ശരിക്കും വിറയ്ക്കാൻ തുടങ്ങി. അവന് ഗ്രാമത്തിലെ പഴയ കഥകളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി. അവൻ ഉടനെ രാധയുടെ കാലുകൾ നോക്കാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇരുട്ട് അത്രയ്ക്ക് വളരെ ഭയങ്കരമായിരുന്നു. അവന് ഒന്നും തന്നെ തെളിവായി കാണാൻ സാധിച്ചില്ല. കുറച്ചു സമയത്തിന് ശേഷം ട്രക്ക് ഒരു ചെക്ക് പോസ്റ്റിനടുത്തായി വന്നു നിന്നു. ദേവ് ആ ട്രക്കിൽ നിന്നും താഴേക്കിറങ്ങി. എന്നിട്ട് രാധയോടും താഴേക്ക് വരാനായി പറഞ്ഞു. രാധയും പതുക്കെ ട്രക്കിൽ നിന്നും താഴേക്കിറങ്ങി. ഒരുപാട് ഓവറായിട്ടുണ്ട്. നീ അങ്ങനെ തന്നെ ഇരിക്കെ. എൻ്റെ ട്രക്കിൻ്റെ അടുത്ത് വരണ്ട. നീ ഒരു ആത്മാവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയും. എവിടെ നിന്ന് പോയിക്കോ. എവിടെ പോകാനാ ഡ്രൈവർ സാർ? ആത്മാവിനൊന്നും സ്പെഷ്യലായി സ്ഥലങ്ങളില്ലല്ലോ. നിങ്ങൾ എന്നെ നിങ്ങളുടെ വണ്ടിയിൽ ഇരുത്തി. ഇനി നിങ്ങൾക്ക് എന്നെ വിട്ട് പോകാനാവില്ല. പ്രേതങ്ങൾ ഒരിക്കലും തൻ്റെ ഇര നഷ്ടപ്പെടുത്തുകയില്ല. ദേവ് പുറകിലോട്ട് നടന്നു ചെന്നു. അതേ സമയത്ത് രാധ പതുക്കെ പതുക്കെ അവനെ നോക്കിക്കൊണ്ട് മുന്നിലോട്ട് നടക്കുകയായിരുന്നു. ദേവ് പേടിച്ച ആ സ്ഥലത്തു നിന്നും തിരിഞ്ഞോടാൻ തുടങ്ങി. ദേവ് ആ കാടിനകത്ത് വളരെ വേഗതയിൽ ഓടുകയായിരുന്നു. എല്ലാ വശത്തും രാധ ചിരിക്കുന്ന ശബ്ദം അവന് കേൾക്കാൻ സാധിച്ചുകൊണ്ടിരുന്നു. അവൻ ഓടും തോറും പതുക്കെ പതുക്കെ ആ കാടിനകത്ത് ഒരു മര ഷെഡ് അവൻ്റെ കണ്ണിൽ കണ്ടു. ദേവ് വേഗത്തിൽ നടന്ന് ആ ഷെഡിനകത്തേക്ക് കയറി. അവൻ ആ മര ഷെഡിനകത്തേക്ക് കയറിയതും തേടി കണ്ടുപിടിച്ച് അവൻ ഒരു മര ബെഞ്ചിനടിയിൽ ചെന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിനകം രാധയും ആ സ്ഥലത്തേക്ക് വന്നെത്തി. അവൾ ആ ബെഞ്ചിനടിയിലേക്ക് കുനിഞ്ഞു നോക്കി. ദേവ് അവിടെ ഒളിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. ദേവ് വളരെ മോശമായി പേടിച്ചിരിക്കുകയായിരുന്നു. രാധയുടെ മുഖം കാണാൻ തന്നെ വളരെ ഭയങ്കരമായിരുന്നു. അവളുടെ മുഖത്ത് കറുത്ത ചേറ് പറ്റിയിരുന്നു. പേടിച്ച് ദേവ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കറുത്ത തായത്തെടുത്ത് രാധയുടെ നേരെ കാണിച്ചു. എന്നെ വിട്ട് ദൂരെ പോയിക്കോ. എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ പവിത്ര തായത്തുണ്ട്. നിന്നെ കൊണ്ട് എന്നെ ഏതും ചെയ്യാൻ പറ്റില്ല. വലിയ പ്രേതങ്ങളും ഈ തായത്തിൻ്റെ മുൻപ് ഏതും ചെയ്യാൻ പറ്റില്ല. തായത്തോ? ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ചെറിയ ഇരുമ്പ് കഷ്ണം കൊണ്ട്? അപ്പോഴാണ് രാധയ്ക്ക് ആ ഷെഡിനകത്തുനിന്നും എന്തോ മോശമായ മണം വരാൻ തുടങ്ങിയത്. ആ നാറ്റം ചീഞ്ഞഴുകിയ മാംസം പോലെ അവൾക്ക് തോന്നുകയായിരുന്നു. രാധ ഇങ്ങോട്ടും അങ്ങോട്ടും തിരിഞ്ഞു നോക്കി.
പിന്നെ കുറച്ചു സമയത്തിന് ശേഷം അവൾക്ക് മനസ്സിലായി ആ ദുർനാറ്റം മറ്റാരുടെ അടുത്തു നിന്നുമല്ല ദേവിൽ നിന്നാണ് വരുന്നതെന്ന്. എന്തൊരു വൃത്തികെട്ട നാറ്റമാണിത്, ഏതോ ചീഞ്ഞഴുകിയ മാംസം പോലെയുണ്ട്. പിന്നെ ഇതെന്തിനാ നിന്റെ മേലിൽ നിന്ന് വരുന്നത്? പെട്ടെന്ന് ദേവിന്റെ മുഖം ശരിക്കും അങ്ങനെ മാറിയിരിക്കുകയായിരുന്നു. രാധ പേടിച്ച് പുറകിലോട്ട് എണീറ്റു. അപ്പോഴാണ് ദേവ് ആ ബെഞ്ചിനടിയിൽ നിന്നും പുറത്തു വന്നത്. അവൻ രാധയുടെ മുന്നിലായി വന്നു നിന്നു. എന്നിട്ട് ആ തായത്ത് അവൻ വലിച്ചെറിഞ്ഞു. കുറച്ചു സമയത്തിനകം അവന്റെ ശരീരമൊക്കെ പച്ച നിറത്തിൽ മാറാൻ തുടങ്ങി. പിന്നെ അവന്റെ കണ്ണുകളൊക്കെ നല്ല ചുവന്ന നിറത്തിലായി. ഇപ്പോൾ അവന്റെ രൂപം കാണാൻ ഒരു പിശാചിനെ പോലെ വല്ലാതെയായിരുന്നു. ഇപ്പോൾ എല്ലാം തന്നെ മാറിപ്പോയി. അപ്പോഴാണ് മനസ്സിലായത് ശരിക്കുമുള്ള പ്രേതം ആരാണെന്ന്. പേടിച്ചു പോയോ? നീ ഭയങ്കരമായ കളിയാണ് കളിച്ചത്. ഇപ്പോൾ ഈ കളി എൻ്റേതാണ്. എനിക്കും എൻ്റെ ഗ്രാമത്തിലെ ജനങ്ങൾക്കും ഒരുപാട് വിശക്കുന്നുണ്ട്. ഇപ്പോൾ നിന്റെ ഈ ഫ്രഷായ ശരീരം ഞങ്ങളുടെ വിശപ്പ് തീർക്കാൻ പോകുന്നുണ്ട്. ദേവ് പെട്ടെന്ന് രാധയുടെ നേരേക്ക് ചാടി. രാധ എങ്ങനെയോ തന്നെ രക്ഷിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഓടാൻ തുടങ്ങി. രാധ കാടിന് നടുക്ക് വേഗത്തിൽ ഓടുകയായിരുന്നു. അവൾ തിരിഞ്ഞ് ആ ട്രക്കിന് നേരെ പോകാൻ ഒരുങ്ങി. അവൾ വേഗം ആ ട്രക്കിനകത്തേക്ക് ചെന്ന് കയറി. എന്നിട്ട് 2 വശത്തുള്ള കതകും അവൾ അടച്ചു. എന്നിട്ട് പേടിയോടുകൂടി ആ സീറ്റിന് പുറകിൽ അവൾ ഒളിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഡ്രൈവർ സീറ്റിനടുത്തുള്ള കതക് പെട്ടെന്ന് തുറക്കപ്പെട്ടു. ദേവ് ഇപ്പോൾ പാതി മരിച്ച അവസ്ഥയിലായിരുന്നു. ട്രക്കിനകത്തേക്ക് കയറി. രാധ പേടിച്ചുകൊണ്ട് ഭയങ്കരമായി നിലവിളിക്കാൻ തുടങ്ങി. ദേവ് രാധയുടെ നേരേക്ക് ചാടി വീണപ്പോൾ അപ്പോഴാണ് ലോറിയുടെ ഹാൻഡ് ബ്രേക്ക് അനങ്ങിയത്. ട്രക്ക് പതുക്കെ ഓടാൻ തുടങ്ങി. രാധ ഉടൻ തന്നെ അവളുടെ അടുത്തുണ്ടായിരുന്ന ഒരു ഇരുമ്പ് റാഡ് എടുത്തു. അത് വെച്ച് മുന്നിലായി അവൾ തടഞ്ഞു. ദേവ് അവളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി. എന്നെ പുറത്തു പോകാൻ അനുവദിക്കേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ, ഹെൽപ്പ്. നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. നീ എന്നോടൊപ്പമാണ് ഇരിക്കേണ്ടത്. ദേവ് ആ ചെറിയ ഗ്യാപ്പിനിടയിൽ തന്റെ കൈവിട്ട് രാധയെ പിടിക്കാനായി അവൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ രാധ എങ്ങനെയോ തന്നെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വേഗത്തിൽ പോയ ട്രക്ക് മുന്നിൽ ഒരു വലിയ പാറയിൽ ചെന്ന് ഇടിച്ചത്. ഒരു വേഗത്തിലുള്ള അനക്കത്തോടുകൂടി ദേവ് മുന്നിലുണ്ടായിരുന്ന കണ്ണാടി ഉടച്ചുകൊണ്ട് ട്രക്കിൽ നിന്നും താഴേക്ക് ചെന്ന് വീണു. പിന്നെ അവൻ ബോധം കെട്ടു. രാധ ഇതൊരവസരമായി എടുത്തുകൊണ്ട് ഉടനെ ആ ഇരുമ്പ് റാഡ് കയ്യിലെടുത്തു. രാധ ഉടനെ ആ ട്രക്കിൽ നിന്നും താഴേക്ക് ഇറങ്ങി. എന്നിട്ട് അവൾ ദേവിനെ നോക്കി. അവന്റെ ശരീരം തറയിൽ വീണ് കിടക്കുകയായിരുന്നു. അവനെ കൊണ്ട് ഒട്ടും തന്നെ അനങ്ങാനായില്ല. രാധ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു. അവിടെ നിന്നും ഓടുന്നതിനിടയ്ക്ക് അവൾ തന്റെ മൊബൈൽ എടുത്തു. തന്റെ ഒരു ഫ്രണ്ടിനെ അവൾ വിളിച്ചു. സോബി, എന്നെ ഒന്ന് സഹായിക്കേ, ഞാൻ ശരിക്കും കുടുങ്ങിപ്പോയി. അല്ല, എന്താ പറ്റിയത്? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഞാൻ വീണ്ടും ഇന്ന് ഹൈവേയിലേക്ക് ചെന്നു. ഒരു ഡ്രൈവറെ കുടുക്കി കാശ് വാങ്ങിക്കാമെന്ന്. അവൻ പാതി മരിച്ച പാതി മരിക്കാത്ത ഒരു പിശാചായിരുന്നു. ഇപ്പോൾ നീ എവിടെയാണുള്ളത്? എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈവ് ലൊക്കേഷൻ അയക്കാം. നീ പെട്ടെന്ന് സഹായിക്കാൻ ഇവിടേക്ക് വാ. ആ ശരി. ഞാൻ അവളുടെ കൂട്ടുകാരി അവളോട് ശരിയെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് അപ്പോഴാണ് ഒരു കാർ രാധയെ പുറകിൽ നിന്നും വന്ന് ഇടിച്ചത്. ഇടികൊണ്ട് രാധ തറയിൽ ചെന്ന് വീണു. കാർ ഓടിച്ചു കൊണ്ടുവന്ന ലേഡി ആ കാറ് നിർത്തി. എന്നിട്ട് പുറത്തേക്കിറങ്ങി അവർ രാധയെ നോക്കി. അവർ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്നു. രാധ കണ്ണ് മിഴിച്ചു. പക്ഷെ അവൾക്ക് ഭയങ്കരമായി അടി കൊണ്ടിരുന്നു. നിങ്ങൾ ഓക്കെ ആണല്ലോ? നന്നായി വേദനിക്കുന്നുണ്ട്. ഐ ആം സോ സോറി. ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്ക് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. രാധയെ ആ ലേഡി പതുക്കെ പൊക്കിയെടുത്തു. അവളെ തൻ്റെ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം കാറിൽ അവർ രാധയെ ഇരുത്തിക്കൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു. രാധ പരിക്കേറ്റ അവസ്ഥയിൽ കാറിലെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അവളെ സഹായിക്കാൻ വന്ന ആ ലേഡി നല്ല വേഗത്തിൽ കാർ ഓടിക്കുകയായിരുന്നു. അത് ശരി. ആ ഇരുട്ടത്ത് നിങ്ങൾ അവിടെ എന്തു ചെയ്യുകയായിരുന്നു? ഒന്നുമില്ല. നിങ്ങളൊന്ന് വേഗം ഇവിടെ നിന്ന് കാർ ഓടിച്ചു കൊണ്ടുപോകൂ. ഈ സ്ഥലം അത്ര ശരിയല്ല എന്ന് വെച്ചാൽ
ഇവിടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിൽ എന്തോ വലിയ ബ്ലാസ്റ്റ് നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ പാതി മരിച്ച രാക്ഷസന്മാരായി മാറിയിരിക്കുന്നു. എന്താ നേരാണോ? അതെ. അത് ശരി. അവർ കാണാൻ എങ്ങനെയായിരിക്കും? അവരുടെ മുഖം ശരിക്കും പച്ച നിറത്തിലാണുള്ളത്. ശരീരത്തിൽ ഒരുപാട് പാടുകളുമുണ്ട്. പിന്നെ അവർ സാധാരണ മനുഷ്യരെക്കാളും വളരെ ബലശാലികളാണ്. അല്ല, നിങ്ങൾ എന്തിനായി ചോദിക്കുന്നേ? ഈ പാത നഗരത്തിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നില്ലല്ലോ. അത് എന്തുകൊണ്ടാണെന്നാൽ അപ്പോഴാണ് ആ ലേഡി തന്റെ മുഖം രാധയുടെ നേരേക്ക് തിരിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് അവളും ഒരു പാതി മരിച്ച സ്ത്രീയാണെന്ന്. പെട്ടെന്ന് രാധയുടെ നേരേക്ക് ചാടി. എന്നിട്ട് ഓടിക്കൊണ്ടിരുന്ന കാറിൽ തന്നെ രാധയെ കൊന്നുകളഞ്ഞു.